ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മെയിനായിട്ട് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് ഗസയെ ഇപ്പോൾ പ്രത്യേകിച്ച് അമേരിക്ക ഏറ്റെടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ ഏറ്റെടുത്താലല്ലേ ഉള്ളൂ പ്രശ്നം, അമേരിക്ക ഏറ്റെടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യമേ ഞാനൊരു കാര്യം പറഞ്ഞു വെച്ചേക്കാം. അതായത് ഈ ട്രംപ് നെതന്യാഹുവിൻ്റെ മീറ്റിംഗ് പ്രഖ്യാപിച്ച സമയം തൊട്ട് കുറേ ആൾക്കാർക്കൊക്കെ വിരളി പിടിച്ച അവസ്ഥയിലാണ്. അതിൽ ഒന്ന് അറബ് രാഷ്ട്രങ്ങൾ ഒരു സൈഡിൽ, അത് കൂടാഞ്ഞിട്ട് പ്രത്യേകിച്ച് ഈജിപ്തും ജോർദാനും തമ്മിൽ തീ പിടിച്ച അവസ്ഥയിലായിരുന്നു. അതിലുപരിയായിട്ട് എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെയും സംഭവിക്കാത്ത രീതിയിലുള്ള ചില പ്രതിഭാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ മലയാളി ഹമാസിന്റെ ഒരു ചാനലുണ്ടല്ലോ, മീഡിയ ചാനൽ. ആ ചാനലിനകത്താണെങ്കിൽ ട്രംപിനെ കളിയാക്കിക്കൊണ്ടും മോക്ക് ചെയ്തുകൊണ്ട് പല രീതിയിലുള്ള തമ്പനയിലുകളൊക്കെ ഇട്ടുകൊണ്ടുള്ള വാർത്തകളാണ് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഗാസയിലെ ജനങ്ങളെ മാറ്റി പാർപ്പിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ ഒരു വിഷയമേ അല്ല. ഇവിടെ ട്രംപ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു യുക്തി, അതായത് യുവമാരുടെ മേളിൽ വെച്ചിരിക്കുന്ന ഒരു നീരാളിപ്പിടുത്തം, അതാണ് ട്രംപിന്റെ ഒരു ഹൈ പ്രഷർ എന്ന് പറയുന്നത്. ആ പ്രഷർ മെത്തഡോളജിയാണ് ഇവിടെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ മണ്ടന്മാർക്ക് മനസ്സിലാവുന്നില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതിലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 50-50 ആണ്. അഥവാ ഗാസ ഒഴിഞ്ഞു പോകുന്നെങ്കിൽ പോട്ടെ എന്നുള്ളൊരു തോന്നൽ ട്രംപിനുണ്ട്, ഇല്ലാന്നില്ല. പക്ഷേ ട്രംപ് അങ്ങനെ മണ്ടനൊന്നുമില്ല, അങ്ങനെ പെട്ടെന്ന് ആൾക്കാർ അങ്ങ് ഒഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ട് അങ്ങ് ബ്ലൈൻഡ്ലി ഡിസൈഡ് ചെയ്തിരിക്കാൻ. ഈ പ്രഷർ, ഹൈ പ്രഷർ എങ്ങനെ അപ്ലൈ ചെയ്ത് കാര്യം നേടണം എന്നുള്ളതിൽ വളരെ വളരെ വിദഗ്ധനാണ് ട്രംപ്. അത് നമ്മൾ പല വിഷയങ്ങളിലും കണ്ടിട്ടുണ്ട്. അല്ലാതെ ഇരുട്ടിൽ തപ്പുന്ന മലയാളി ഹമാസ് മീഡിയ ചാനൽ പോലത്തെ ചാനലുകൾക്കൊക്കെ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിലാണെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറഞ്ഞ സംഗതി പോയിട്ട് റിസർച്ച് ആൻഡ് അനാലിസിസ് ചെയ്തുള്ള ഒരു ജേർണലിസം പോലും ഈ ഒരു ചാനലൊക്കെ നടത്തുന്നു എന്നുള്ളതിൽ വളരെ വളരെ സംശയമാണ്. ഇവര് എനിക്ക് ഒന്ന് ജസ്റ്റ് ഡ്രസ്സ് ചെയ്ത് വീട്ടിൽ നിന്ന് വരിക, അവിടെ ഇരുന്ന് 3 കസേര ഇട്ടിരുന്ന് സംസാരിക്കുക, ഇതാണ് ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നത്, എന്തുകൊണ്ടാണ് ട്രംപ് ഈ ഗാസയെ മാറ്റി പാർപ്പിക്കണം എന്ന് പറയുന്നത്, ഇതിനെക്കുറിച്ചൊന്നും ഒരു രീതിയിലുള്ള ഡീപ്പ് തിങ്കിങ് ഇവന്മാർക്ക് ഇല്ല എന്നുള്ളതാണ്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇതാ രാവിലെ തന്നെ ന്യൂസ് വെച്ചങ്ങ് പിടയ്ക്കുകയാണ്. എന്താണ് ട്രംപ് വംശഹത്യ നടത്തുന്നു. ഈ വംശഹത്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം പഠിക്കുക, അത് പഠിച്ചിട്ട് വന്നിട്ട് പറ. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് സേഫ് ആയിട്ട് റീലൊക്കേറ്റ് ചെയ്യണമെന്ന് പറയുന്നത് എങ്ങനെയാണ് വംശഹത്യ ആവുന്നത്? ഇത് വേറെ ഒന്നുമില്ല, ആ സ്ഥലത്തിൽ നിന്നും ഈ ഒരു ജനസമൂഹം തുടച്ചു നീക്കപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഒരു വംശഹത്യ എന്ന് പറയുന്നത്. അപ്പൊ പറയുമ്പം വ്യക്തമായിട്ട് പറയണം. വംശഹത്യ എന്ന് പറഞ്ഞാൽ ഒരു ജനസമൂഹത്തിനെ മൊത്തത്തിൽ ഉന്മൂലനം ചെയ്യുന്ന പരിപാടിയാണ്. അത് ശരിക്കും നേരിട്ടത് ജൂതനാണ്. ജൂത സമൂഹത്തിന് നേരെയാണ് ഈ വംശഹത്യ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് നടന്നിട്ടുള്ളത്. ആ ഒരു സമൂഹത്തിന് നേരെ നിന്നുകൊണ്ടാണ് പറയുന്നത് വംശഹത്യ എന്ന്. അവിടെ യുവമാർക്ക് എന്താണെന്ന് വെച്ചാൽ ഗാസയിൽ വീണ്ടും ഹമാസിന് സ്ഥലം കൊടുത്ത് ഇവരുടെ വിജയപ്രഖ്യാപനം നടത്തി അവിടെ വീണ്ടും വീണ്ടും ഈ ഒരു ഇസ്രായേലിന്റെ ഉള്ളിൽ കയറി പൊട്ടിക്കണം. അതാണ് ഇവമാർക്ക് വേണ്ടത്. ആ ഒരു സാഹചര്യം ഒഴിവായി പോകുമല്ലോ എന്നുള്ള വെപ്രാളത്തിൽ, അതായത് സ്വർഗത്തിൽ പോകുന്ന പരിപാടി നഷ്ടപ്പെടുമല്ലോ, ആ ഒരു പദ്ധതി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ്? ഇവരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അങ്ങനെയാണല്ലോ, ഒരു യഹൂദൻ പോലും അവശേഷിക്കാൻ പാടില്ല, എന്നാൽ മാത്രമേ മഹ്ദി ഇമാം വരുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള വാക്കുകളൊക്കെ എഴുതി പിടിപ്പിച്ചുകൊണ്ട് പുസ്തകം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി പോലത്തെ സംഘടനയുടെ ആശയങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഫണ്ടമെന്റലിസ്റ്റ് ആയിട്ടുള്ള ഇതുപോലെ ഈ മീഡിയ ചാനൽ പോലത്തെ മാധ്യമങ്ങൾ, അതുപോലെ തന്നെ അതിനെ കൂടുതൽ പിന്താങ്ങി നിൽക്കുന്ന മറ്റുള്ള ഇതര മാധ്യമങ്ങളും കൂടെ ഉണ്ട്. 24 എന്ന് പറഞ്ഞൊരു മാധ്യമമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഫുൾ ടൈം ഈ ഒരു കൺസേണോട് കൂടിയാണ് രേഖപ്പെടുത്തുന്നത്. പൊതുവേ ഞാനൊക്കെ ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ മെയിൻ സ്ട്രീം മീഡിയാസ് എന്ന് പറഞ്ഞ കേരളത്തിലിരിക്കുന്ന കുറേ മാധ്യമങ്ങളുണ്ട്. ഇവരൊന്നും ഇന്റർനാഷണൽ ന്യൂസ് വേണ്ട രീതിയിൽ കവർ ചെയ്യാത്തത് കൊണ്ടാണ്. ഞാനൊക്കെ കണ്ട് മടുത്തിട്ടാണ് സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങൾ പറയാൻ തീരുമാനിച്ച് മുന്നോട്ട് വന്നത്. അപ്പൊ ഇന്നെന്തായാലും നെതന്യാഹുവും ട്രംപും ചേർന്ന് ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ട്രംപ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഗാസയെ അമേരിക്ക ഏറ്റെടുക്കുന്നതാണ്. ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത ആഴ്ച, ഇന്നലെ നമ്മുടെ വീഡിയോയിൽ തമ്പനയിൽ തന്നെ അത് തന്നെയാണ്, അതായത് ജോർദാൻ രാജാവ് അമേരിക്കയിലോട്ട് പോകുന്നുണ്ട്. അടുത്ത നെക്സ്റ്റ് വീക്ക് അയാളായിരിക്കും പോകുന്നത് അവിടെ. അപ്പൊ അവിടെ പോകുന്ന സ്ഥിതിക്ക് ജോർദാൻ രാജാവുമായിട്ട് കൂടി ആലോചിച്ച് ഇത് എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ വരുത്തേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള നടപടിക്രമങ്ങളെ കുറിച്ചുള്ള ചർച്ച ഉണ്ടാവും. പക്ഷെ അതിനു മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വിരളി പിടിച്ചുകൊണ്ട് ആൾക്കാർ കുറെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഖത്തർ ഇന്നലെ പറഞ്ഞിരുന്നത് പാലസ്തീനികളെ ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞതിനെ ഖത്തർ ഇങ്ങനെ പറഞ്ഞ പാടെ മറ്റുള്ള അറബ് രാഷ്ട്രങ്ങളുണ്ടല്ലോ, അതായത് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മറ്റുള്ള നേതൃത്വങ്ങൾക്ക് അമേരിക്കൻ ചേരിയിൽ പെടുന്ന അറബ് രാഷ്ട്രങ്ങൾ തന്നെയാണ് സൗദി അറേബ്യയും ഖത്തറും UAE, ബഹ്റൈൻ, ജോർദാൻ, ഈജിപ്ത്, ഇതെല്ലാം. പക്ഷെ അതിൽ തന്നെയും ആരാണ് നേതൃത്വം വഹിക്കുന്നതിനെ കുറിച്ചുള്ള തർക്കം അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതിൽ ഖത്താർ ടീം ഒരു സൈഡിലുണ്ട്, അതായത് ഖത്തർ, തുർക്കി, ഇമാതിരിപ്പെട്ട രാജ്യങ്ങളൊക്കെ ചേർന്നുണ്ട് ഒരു സൈഡിൽ. അതുപോലെ തന്നെ സൗദി ഡോമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള രാജ്യങ്ങൾ വേറൊരു സൈഡിൽ. UAE ഒരു അറബ് രാഷ്ട്രം എന്നുള്ള നിലയിൽ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഡിസിഷനാണ് എപ്പോഴും എടുക്കുന്നത്. അമേരിക്കൻ നിലപാടുകളോട് ഒത്തു നിൽക്കുകയും അറബ് രാഷ്ട്രങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ ഒപ്പിടുകയും ചെയ്യുന്ന ഒരു ഡിപ്ലോമാറ്റിക് നിലപാടുള്ള രാജ്യമാണ് UAE. കാരണം അവർക്കറിയാം അവരുടെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത്. അതനുസരിച്ച് നിൽക്കുന്ന രാജ്യമാണ് UAE.
ഇന്നലെ US നെതന്യാഹു എത്തി അവിടെ ഒരു പ്രസ് മീറ്റ് കൊടുത്ത പാടെ, ലാൻഡ് ചെയ്ത പാടെ ഒരു പ്രസ് മീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു നെതന്യാഹു. ആ പ്രസ് മീറ്റ് കഴിഞ്ഞ പാട് തന്നെ ഇവിടെ ഇവർക്ക് ഇരിക്കപ്പുറത്തിയില്ല. അതിന്റെ ഇടയ്ക്ക് ഖത്തറും കൂടെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. പിന്നെ അവസാനം ഖത്തർ മാറ്റി പറയേണ്ട അവസ്ഥയാണ് വന്നത്. അപ്പൊ ഉടനെ തന്നെ ഖത്തറിനെ വിളിച്ച് സംസാരിച്ചു. അവർ പെട്ടെന്ന് തന്നെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവരൊരു പ്രസ്താവന പുറപ്പെടുവിച്ചു. അതായത് ഗാസയിൽ നിന്ന് ജനങ്ങളെ മാറ്റി പാർപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് 5 രാജ്യങ്ങൾ, ഏതൊക്കെ? സൗദി അറേബ്യ, ഖത്തർ, ഈജിപ്റ്റ്, ജോർദാൻ, UAE, ഈ 5 രാജ്യങ്ങളും കൂടെ പെട്ടെന്ന് തന്നെ ഒപ്പിട്ട്, മറ്റുള്ള എല്ലാവരെയും വിളിച്ചു കൂട്ടാനുള്ള സമയമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവർ 5 പേരും കൂടെ ഒത്തുകൂടി ഒപ്പിട്ട് പാലസ്തീനിയൻ അതോറിറ്റി എന്ന് പറഞ്ഞാൽ അവിടെയും കൂടെ ഒപ്പുമേടിച്ച്, അങ്ങനെ ഇവർ 6 പേരും കൂടെ ചേർന്നിട്ട് മാർക്കോ റൂബിയോയ്ക്ക്, അതായത് സ്റ്റേറ്റ് സെക്രട്ടറിക്കാണ് കത്തയച്ചത്. അതായത് ആ മീറ്റിംഗിൽ എന്തെങ്കിലും നടക്കുന്നെങ്കിൽ അറബ് രാഷ്ട്രങ്ങളുടെ താല്പര്യം ഇതാണ്, ഞങ്ങൾക്ക് ഗാസയെ മാറ്റി പാർപ്പിക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഇൻഫർമേഷനും ഒരു റിമൈൻഡർ നോട്ടായിട്ട് മാർക്കോ റൂബിയോയ്ക്ക് കൊടുത്തതാണ്. കാരണം മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ള ടീമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അപ്പൊ അറബ് രാഷ്ട്രങ്ങളുടെ താല്പര്യം കൂടെ സംരക്ഷിച്ചുകൊണ്ട് വേണം നിങ്ങൾ നെതന്യാഹുമായിട്ട് സംസാരിക്കാൻ എന്നുള്ള നിലയിലുള്ള ഒരു ഡിപ്ലോമാറ്റിക് അപ്രോച്ച് വളരെ സ്ട്രാറ്റജിക് ആയിട്ടാണ് ഈ ഒരു കത്ത് അയച്ചത്. പക്ഷേ ആ കത്തിനെ എടുത്ത് ചവിട്ടുകൊട്ടയിൽ ഇട്ടുകൊണ്ടാണ് ഇന്ന് രാവിലെ ട്രംപിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. ട്രംപ് ഒറ്റ ചോദ്യമേ ചോദിച്ചോളൂ, ഇനിയും ഗാസയിൽ ഇവർ ജനങ്ങളെ കൊണ്ട് പാർപ്പിച്ചു കഴിഞ്ഞാൽ, ലക്ഷക്കണക്കിൽ കോടിക്കണക്കിൽ പൈസ മുടക്കി റീബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഉറപ്പ് നിങ്ങൾ വീണ്ടും ഇതേ പ്രവൃത്തി ചെയ്യില്ല എന്ന്? ഇത് നൂറ്റാണ്ടുകളായിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയല്ലേ. അതുകൊണ്ട് ഗാസയെ ഒരു ഇന്റർനാഷണൽ പ്ലേസ് ആയിട്ട് മാറ്റാൻ പോവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, എന്താണ് അതായത് ഗാസ റീബിൽഡ് ചെയ്തതിനു ശേഷം ഈ ഒരു ജനങ്ങളെ തിരിച്ച് ഇവിടെ കൊണ്ടുവരുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പൊ ട്രംപ് അതിനൊരു ഉത്തരമാണ് കൊടുത്തത്. ഈ പോയ ആൾക്കാരൊക്കെ തിരിച്ചു വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് തിരിച്ചു ചോദിച്ചത്. കാരണം അവർ ഓൾറെഡി പോയി നല്ല രീതിയിലുള്ള സുഭിക്ഷമായ ജീവിതത്തിൽ സെറ്റിൽ ആയി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് മടങ്ങി വരുന്നത്? പിന്നെ എന്തിനാണ് മടങ്ങി വന്ന് ഈ ഒരു ഹമാസിന് ഇരയാവുന്നത്, ഹമാസിന് വേണ്ടിയിട്ട് കൊച്ചുങ്ങളെ പ്രസവിച്ചിടുന്നത്? ഇതിന് വല്ല കാര്യമുണ്ടോ? ഇത് ശരിക്കും പറഞ്ഞാൽ ട്രംപിന്റെ ഒരു നീരാളിപ്പിടുത്തമാണ്. ശരിക്കും പറഞ്ഞാൽ അറബ് ലോകത്തിന്റെ മേളിൽ വീണിരിക്കുന്ന ഒരു നീരാളിപ്പിടുത്തമാണ് ട്രംപിന്റെ ഈ ഒരു ഹൈ പ്രഷർ പോളിസി. ജോർദാന്റെ രാജാവിന് അടുത്ത ആഴ്ച പോകുന്നതിന് മുമ്പ് മൊത്തം ആൾക്കാരും ഇനിയിപ്പോ ഈ മൊത്തം അറബ് കൺട്രീസ് മൊത്തം ജോർദാനെ സ്വാധീനിച്ച് നിങ്ങൾ എന്തെന്ത് സംസാരിക്കണം എന്നുള്ള പോയിന്റ്സ് ഒക്കെ നറേറ്റ് ചെയ്ത് ഇനിയിപ്പോ കൊടുക്കും. ട്രംപിന്റെ സൈഡിൽ ഒരു അതോറിറ്റി ട്രംപ് എപ്പോഴും കീപ്പ് ചെയ്യും. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ജോർദാനെ പിടിച്ചവിടെ നിർത്തും. ജോർദാന് വേറെ ഒരു വഴിയില്ലാതെ ജോർദാൻ വഴങ്ങി കൊടുക്കേണ്ടി വരും. കാരണം പണ്ടത്തെ ബ്രിട്ടീഷ് മാൻഡേറ്റ് പാലസ്തീൻ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജോർദാന്റെ പല ഭാഗങ്ങളും അതിന്റെ ഉള്ളിൽ പെടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ജോർദാൻ ഇതിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ജോർദാന് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ചുമതല ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പൊതുവിൽ. പിന്നെ ഇതിനകത്ത് ചരിത്രമൊന്നും പറഞ്ഞു ചെകഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ചരിത്രം പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അങ്ങ് ഡീപ്പർ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെയും ജൂസിന്റെ ഒരു പ്രസൻസ് തന്നെയായിരിക്കും അവിടെ വന്ന് നിൽക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ചരിത്രം പറഞ്ഞു പോകണ്ട. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഒക്ടോബർ 7 നടത്തിയ ആക്രമണമില്ലേ, അതിലങ്ങ് ഉറച്ചു നിന്നാൽ മതി. അത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ കൂടുതൽ സെന്റിമെന്റും ഈ ഒരു പാലസ്തീനികൾ അയ്യോ പാവം അവരെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. അതിലൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ എത്ര കാലം ഇങ്ങനെ ഗാസയിൽ പോയിട്ട് ഇങ്ങനെ ദാനം ചെയ്തുകൊണ്ടിരിക്കണം എന്ന് വിചാരിക്കുന്നത്? ആ ജനങ്ങൾക്ക് തന്നെ നാണക്കേടല്ലേ നിങ്ങളുടെ ദാനം പറ്റി ജീവിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിലുപരി അവർ സെൽഫ് സഫീഷ്യന്റ് ആയിട്ട് സെൽഫ് റിസല്യന്റ് ആയിട്ട് ജീവിക്കട്ടെ. അവർ ഏതെങ്കിലും സ്ഥലത്ത് പോയി മാനമര്യാദയ്ക്ക് ജീവിക്കട്ടെ. നിങ്ങൾ ഇത്രയും നാളും അവരെ അടിമകളാക്കി ഭിക്ഷക്കാരെ പോലെ യാചിച്ച് നിങ്ങളെടുത്ത് നിങ്ങൾ ആ ഒരു ജനസമൂഹത്തിനെ ഈ മുസ്ലിം ലോകം, അതായത് ഈ ഒരു ഇസ്ലാമിക് വേൾഡ് അഥവാ ഈ ഒരു UNRW എന്ന് പറഞ്ഞ ഈ ഒരു സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു മുസ്ലിം ലോകം, അതായത് ഗാസ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിത്യേന കണ്ണുനീർ ഒഴുക്കുന്ന പോലെ അഭിനയിക്കുന്ന ഈ ഒരു ഇസ്ലാമിക ലോകം, അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഗാസയെ ഇരയായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ഇസ്ലാമിക ലോകം, നിങ്ങൾ അവരെ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്? നിങ്ങൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത് ഭിക്ഷക്കാരെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് വർഷങ്ങളോളം അവർ നിങ്ങളുടെ നിന്ന് ദാനം പറ്റി ഔദാര്യം പറ്റി ജീവിക്കണം. ഇതാണോ ഒരു സമൂഹത്തിന്റെ ഉയർച്ച എന്ന് പറയുന്നത്? ഇങ്ങനെയാണോ നിങ്ങൾ ഗാസൻസിനെ ഉയർത്താൻ പോകുന്നത്? ഗാസൻസിന് വേണ്ട എഫക്റ്റീവ് ആയിട്ടുള്ള പ്ലാൻ എടുത്തിരിക്കുന്നത് ട്രംപാണ്. അതിന് ശരിക്കും പറഞ്ഞാൽ ട്രംപിനെ നിങ്ങൾ അഭിനന്ദിക്കേണ്ടതാണ്. കാരണം അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള അങ്ങനെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ഒരു ജീവിതശൈലി ഒരുക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട്? അപ്പൊ ഇതിന് കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, നിങ്ങളുടെ തലയിൽ കിടക്കുന്ന, നിങ്ങളുടെ തലച്ചോറിൽ കെട്ടിക്കിടക്കുന്ന ഈ മാലിന്യം നിറഞ്ഞ ഈ ഒരു ഫണ്ടമെന്റലിസം തന്നെയാണ് ഇതിനൊരു കാരണം എന്നുള്ളതിൽ യാതൊരു മാറ്റമില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് വീണ്ടും വീണ്ടും നിങ്ങൾ ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. തീവ്രവാദം ഗാസയിൽ മാത്രമല്ല, ഹമാസിന്റെ തലയിൽ മാത്രമല്ല, ഈ ഒരു ജനങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമ്പോൾ അതിന് തടയിടുന്ന സ്റ്റേറ്റ്മെന്റ്, അതായത് ഈ ഒരു ഭരണാധികാരി ട്രംപ് അവിടുത്തെ ജനങ്ങൾ നിങ്ങൾ ജനസൈഡ് എന്ന് വിളിച്ചോളൂ, അല്ലെങ്കിൽ അവിടുത്തെ സ്ഥലത്തിന്റെ വിഷയം പറഞ്ഞോളൂ, അല്ലെങ്കിൽ അവിടുത്തെ പാരമ്പര്യത്തിന്റെ കഥ പറഞ്ഞോളൂ, എന്തും പറഞ്ഞോളൂ. പക്ഷെ ഇന്നത്തെ ഒരു മോഡേൺ ഏജിൽ സമാധാനപൂർവ്വം ജീവിക്കാൻ ഒരാൾക്ക് എന്താണ് വേണ്ടത്? മാനുഷിക പരിഗണന അനുസരിച്ച് അവർക്കുള്ള ജീവിത നിലവാരം എന്താണ്? താമസം, ഫുഡ്, കുട്ടികളുടെ എഡ്യൂക്കേഷൻ, ചെയ്യാൻ ഒരു ജോലി, ഇതൊക്കെയാണ് വേണ്ടത്. ഈ ഒരു പ്രാഥമിക കാര്യങ്ങൾക്ക് ഉറപ്പുവരുത്തിക്കൊണ്ട് അവരെ എവിടെയെങ്കിലും മാറ്റിപ്പാർപ്പിച്ചാൽ നിനക്കൊക്കെ എന്താണ് കുഴപ്പം? നിനക്ക് എന്താണ് സഹിക്കാൻ വയ്യാത്തത്? നീ ഇപ്പോഴും നിന്റെ പോക്കറ്റിൽ നിന്ന് അവന് ഭിക്ഷ എടുത്ത് കൊടുത്തിട്ട് അവൻ ജീവിക്കണം എന്നാണോ നീ ആഗ്രഹിക്കുന്നത്? നീ ഒന്ന് ആലോചിച്ച് നോക്ക്, കേരളത്തിൽ നേരം വെളുത്തോടെ നീ പാത്രം എടുത്തോണ്ട് ഓടുകയാണ് നിനക്ക് ആഹാരം മേടിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ദുരവസ്ഥ നീ അനുഭവിച്ചിട്ടുണ്ടോ?
അപ്പൊ അത് നീ മെത്തയിൽ കിടന്ന് ഉറങ്ങിയിട്ട് നീ നേരം വെളുത്തപ്പോഴും എണ്ണീറ്റ് നിനക്ക് വീരവാദം പറയാനും നിനക്ക് വിജയകഥകൾ പറയാനും നിനക്ക് ഹമാസിന്റെ സംഭവങ്ങളൊക്കെ പറയാനും ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിന് പകരം നിനക്ക് നല്ല രീതിയിൽ ചിന്തിച്ചൂടെ? മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കുക. ഈ ഡൊണാൾഡ് ട്രംപ് എടുത്ത തീരുമാനം വളരെ നല്ലതാണ്. മാറ്റിപ്പാർപ്പിക്കാൻ ഈ തീവ്രവാദികൾ മൊത്തത്തിൽ സമ്മതിക്കുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ ഈ ഡിസിഷൻ വളരെ നല്ലതാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ അടുത്ത് നമ്മൾ അമേരിക്കയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അമേരിക്ക പുതിയ ടാക്സ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തായിരുന്നല്ലോ. അതായത് കാനഡ, മെക്സിക്കോ, ചൈന, ഈ ഒരു 3 രാജ്യങ്ങളാണ് പ്രധാനമായിട്ട് ട്രംപ് എയിം ചെയ്തിരുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ആദ്യമേ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ താരിഫ് ഇമ്പോസ് ചെയ്ത പാടെ കാനഡയും മെക്സിക്കോയും വളരെ അഗ്രസീവായിട്ട് ഇതിനോട് പ്രതികരിച്ചിരുന്നു. ഞങ്ങളും താരിഫ് ഇമ്പോസ് ചെയ്യും എന്നുള്ള നിലയിൽ. പക്ഷേ ഇത് എല്ലാം കൂടെ ആലോചിച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ ഈ ഒരു ഇൻഫ്ലേഷൻ കൂടി പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് 2 രാജ്യത്തിന്റെ ജനങ്ങളെയും ബാധിക്കുന്ന വിഷയമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആദ്യമേ കാനഡയുടെ ട്രൂഡോയാണ് ട്രംപിനെ വിളിച്ചത്. ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോഴത്തേക്കും കുറെ പ്രോമിസുകൾ കൊടുക്കുകയുണ്ടായി. ആ പ്രോമിസുകളിൽ ഒന്നാണ് 1.3 ബില്യൺ കനേഡിയൻ ഡോളർ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിവെക്കാം. എന്തിന്? കാനഡയുടെ ബോർഡർ സെക്യൂർ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. കാരണം ട്രംപിന്റെ പ്രധാനപ്പെട്ട ആരോപണം കാനഡയെക്കുറിച്ച്, ഈ കടന്നു വരുന്ന ഈ ഒരു ഇല്ലീഗൽ ഇമിഗ്രന്റ് ഏറ്റവും കൂടുതൽ കാനഡയുടെ ബോർഡർ ത്രൂ കടന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആരോപണം. അത് മാത്രമല്ല, അതിലൂടെ മരുന്ന് കുറെ കടന്നു വരുന്നുണ്ട്. മരുന്ന് എന്ന് പറഞ്ഞാൽ അറിയാലോ, മറ്റേ മരുന്ന്. അപ്പൊ ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഈ ഒരു താരിഫ് കാനഡയിലെ മേളിൽ ഒരു ഹൈ പ്രഷർ ആയിട്ട് ഇട്ടത്. എന്താണോ പനി വരാനുള്ള കാരണം, ആ കാരണം കണ്ടെത്തി ചികിത്സിക്കുക, ഇല്ലെങ്കിൽ പനി മാറത്തില്ല. ആ ഒരു സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ്. അപ്പൊ അത് കൂടാതെ പറഞ്ഞത്, അതായത് 10,000 അഡീഷണൽ ഉദ്യോഗസ്ഥരെ ഞാൻ ബോർഡറിൽ ഇടാം, ബോർഡർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. അതിലുപരിയായിട്ട് 200 മില്യൺ അഡീഷണൽ ചെലവാക്കാം. എന്തിനു വേണ്ടിയിട്ട്? ഈ കാനഡയുടെ ഉള്ളിൽ നടക്കുന്ന ഈ ഒരു മരുന്ന് കച്ചവടത്തിനെ കൃത്യമായി കണ്ടെത്തി വിലയിരുത്തി ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ പിടിച്ചകത്താക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 3 പ്രോമിസും കൂടെ കാനഡയിൽ നിന്ന് ട്രംപിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് കിട്ടിയോണ്ട് ട്രംപ് പറഞ്ഞു, ശരി എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, ഈ ഒരു 25% താരിഫ് അപ്ലൈ ചെയ്യുന്നത് ഒരു മാസത്തേക്ക് നീക്കി വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മാറ്റാന്നല്ല, അത് വേണ്ടാന്നല്ല, 1 മാസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്, 30 ദിവസത്തേക്ക്. നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഡെവലപ്മെന്റ്സ് ചെയ്യുന്നതെന്നൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ വഴിക്കുക. ഇത് തന്നെയാണല്ലോ മാനം മര്യാദയ്ക്ക് കുറെ നാളുകൊണ്ടേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യം ഇപ്പോഴാണ് കാനഡയ്ക്ക് ബോധ്യം വന്നത്. മെക്സിക്കോയും ഇതേ ഒരു പോളിസി അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മെക്സിക്കോയും ട്രംപിനെ വിളിച്ച് സംസാരിക്കുകയും ഞങ്ങളും ഇതേപോലെ കാര്യങ്ങൾ, നടപടിക്രമങ്ങളൊക്കെ ചെയ്യാം. മെക്സിക്കോ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ കൃത്യമായിട്ട് ബോർഡറിൽ ഞങ്ങളുടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ട് കൃത്യമായ എൻട്രി പാസ് അഥവാ വിസ ഇല്ലാത്ത, അമേരിക്കൻ വിസ ഇല്ലാത്ത ഒറ്റൊരു മനുഷ്യന്മാരെ ഇനി ബോർഡറിൽ നിന്ന് കടത്തി വിടില്ല എന്നുള്ളൊരു ഉറപ്പ് ട്രംപിന് കൊടുത്തിട്ടുണ്ട്. മെക്സിക്കോയുടെ ഒരു താരിഫ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന പരിപാടിയും ഒരു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ അഗ്രസീവായിട്ട് ആദ്യം പ്രതികരിക്കാത്ത ചൈന ഇപ്പൊ ഈ ഒരു മൊമെന്റിൽ അഗ്രസീവായിട്ട് മാറിയിട്ടുണ്ട്. ചൈന ഇപ്പൊ അഗ്രസീവായിട്ട് മാറിയിട്ട് ചൈന പറഞ്ഞിരിക്കുന്നത്, അമേരിക്കയിൽ നിന്നും ചൈനയിലോട്ട് കയറ്റി അയക്കുന്ന സാധനങ്ങൾക്കെല്ലാം ഒരു 10% താരിഫ് ഇൻക്രീസ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവുമായിട്ടാണ് ചൈന വന്നിരിക്കുന്നത്. അതുപോലെ ചൈന വേറൊരു പദ്ധതിയും കൂടെ കയ്യിലെടുത്തിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, റെയർ എർത്ത് എലമെന്റ്സ്. ചൈനയിൽ നിന്നും വളരെ നിർണായകമായിട്ടുള്ള ചില റെയർ എർത്ത് എലമെന്റ്സ് അമേരിക്ക മേടിക്കുന്നുണ്ട്. അപ്പൊ ആ സാധനങ്ങൾക്കൊക്കെ ചില സാധനങ്ങൾ മൊത്തത്തിൽ കൊടുക്കത്തില്ല എന്നും, ചില സാധനങ്ങൾ ഭാഗികമായിട്ട് കയറ്റി അയക്കുമെന്നും, ചില സാധനങ്ങൾ കയറ്റി അയക്കാൻ ചൈന പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ടങ്സ്റ്റൺ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഏറ്റവും ഹാർഡ് മെറ്റീരിയൽ ആണ്. ആ മെറ്റീരിയൽ ഏറ്റവും കൂടുതൽ ചൈനയിൽ നിന്നാണ് അമേരിക്കയിലേക്ക് പോകുന്നത്. അപ്പോൾ ചൈന പറഞ്ഞിരിക്കുന്നത്, ആ ടങ്സ്റ്റൺ ഇനി പൂർണ്ണമായിട്ട് ഞങ്ങൾ നിർത്തുകയാണ്, ഇനി കയറ്റി അയക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ഇന്ത്യം എന്ന് പറഞ്ഞുള്ള ഒരു എലമെന്റ് ഉണ്ട്. ഇന്ത്യം എന്ന് പറയുന്നത് ഈ ഒരു TV സ്ക്രീനിന്റെ ഡിസ്പ്ലേ, അതേപോലെ തന്നെ മൊബൈൽ ഡിസ്പ്ലേ, ഇതിനൊക്കെ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു എലമെന്റ് ആണ് ഈ ഒരു ഇന്ത്യം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യത്തിന്റെ കയറ്റുമതിയും നിർത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള പല നിർണായകമായിട്ടുള്ള ഇതുപോലെ ലിസ്റ്റ് ഓഫ് എലമെന്റ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അമേരിക്കയ്ക്ക് ക്ഷീണം ചെയ്യും. പക്ഷെ അമേരിക്ക വേറെ സ്ഥലത്ത് നിന്ന് ഇത് റീപ്ലേസ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം അമേരിക്കയ്ക്ക് ബദലായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് എന്നുള്ള നിലയിൽ ഒരു പൊസിഷൻ എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നത്. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ചെറിയ ചാഞ്ചാട്ടം ഉണ്ടാക്കുന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് പല കോപ്പർ ഉൾപ്പെടെയുള്ള പല റെയർ എർത്ത് എലമെന്റ്സിന്റെയൊക്കെ പ്രൈസിൽ വേരിയേഷൻസ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഗോൾഡിനും പ്രൈസ് ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. വേറൊന്നും കൊണ്ടല്ല, സ്റ്റോക്ക് മാർക്കറ്റ് ഈ ഒരു US-ന്റെ ഈ ഒരു തീരുമാനം കൊണ്ട് തന്നെ സ്റ്റേബിൾ ആണ്. ഏഷ്യൻ സൈഡിൽ മാർക്കറ്റ് കുറച്ച് സ്റ്റേബിൾ ആണ്, പക്ഷെ എന്നാലും ഒരു പേടിയുണ്ട്. അതുപോലെ തന്നെ യൂറോപ്പ് ആണെങ്കിലും മൊത്തത്തിൽ തന്നെ പേടിച്ചിരിക്കുകയാണ്. കാരണം ട്രംപ് ഈ ഒരു ഗ്രീൻലാൻഡിന്റെ വിഷയം വെച്ചുകൊണ്ട് ഇനി എന്തെങ്കിലും രീതിയിൽ ടാക്സും താരിഫൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടുള്ള വിഷയവുമായിട്ട് യൂറോപ്പിനെതിരെ വരുമോ എന്നുള്ള പേടി യൂറോപ്പിനുണ്ട്. അതുകൊണ്ട് യൂറോപ്പിന്റെ മാർക്കറ്റും കുറച്ച് ചാഞ്ചാടിയാണ് നിൽക്കുന്നത്. പിന്നെ ആഫ്രിക്ക ആണെങ്കിൽ പറയേ വേണ്ട, ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ആൾക്കാർ ധൈര്യപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, അതിന് പകരം ഗോൾഡിലാണ് നിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്വർണത്തിന്റെ ഡിമാൻഡ് കൂടുന്നതും അതിന്റെ പ്രൈസും ഉയർന്നു മുകളിലോട്ട് പോകുന്നതും. ഇനി അമേരിക്കയുടെ തീരുമാനങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാകുമ്പോഴത്തേക്കും, സ്റ്റോക്ക് മാർക്കറ്റ് കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോഴത്തേക്കും സ്വർണത്തിന്റെ വില അല്പം കുറയാനുള്ള സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു നിലയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഇത് കൂടാതെ അമേരിക്കയുടെ പ്രധാനപ്പെട്ട താല്പര്യം ചൈനയുമായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ ടിക്ടോക്കിനെ മേടിക്കുക എന്നുള്ളതാണ്.
ഇപ്പൊ ഈ ടിക്ടോക്കിനെ മേടിക്കുക അല്ലെങ്കിൽ ടിക്ടോക്കിന് ഒരു 80% എങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ സാധ്യത തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് ചൈന ഇതുവരെ സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ചൈനയുടെ മേളിൽ ഇത്രയും പ്രഷർ നടക്കുന്നത്. പക്ഷെ ചൈന ഓരോ കാലഘട്ടത്തിലും പല പല സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രഷർ വരും. ചൈന ധൈര്യപൂർവ്വം അമേരിക്ക എതിർത്ത് നിൽക്കുകയാണ്. ഈ ടിക്ടോക്കിന്റെ വിഷയത്തിന് വേണ്ടിയിട്ട് അമേരിക്ക വേറൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. അമേരിക്ക ഒരു സോവറിയൻ വെൽത്ത് ഫണ്ട് ഇത്രയും നാൾ അവർക്ക് ഇല്ലായിരുന്നു. ഈ സോവറിയൻ വെൽത്ത് ഫണ്ട് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സോവറിയൻ വെൽത്ത് ഫണ്ട് എന്ന് പറഞ്ഞ് തന്നെ ഒരു വീഡിയോ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. എന്താണ് സോവറിയൻ വെൽത്ത് ഫണ്ട് എന്നുള്ളത് നിങ്ങൾ ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ടി വരും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പ് തന്നെ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പൊ ഈ സോവറിയൻ വെൽത്ത് ഫണ്ടുമായിട്ട് അമേരിക്ക ഇപ്പൊ മുന്നോട്ട് വരികയാണ്. ഇത്രയും നാളും അമേരിക്കയ്ക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ അതിന്റെ ആവശ്യം ഉണ്ടാകുന്നു. സോവറിയൻ വെൽത്ത് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഒരു ഫണ്ട് ഉണ്ടാക്കിയിട്ട് പല പല മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതായത് അപ്പൊ ആ ഫണ്ട് വെച്ചിട്ട് ടിക്ടോക്കിന്റെ കുറെ സ്റ്റോക്കുകൾ മേടിച്ചു കൂട്ടാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം ഇനി ഡയറക്റ്റ് ആയിട്ട് ഇനി തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അത് എങ്ങനെ സ്വന്തമാക്കണം എന്ന് എനിക്ക് അറിയാമെന്നുള്ള രീതിയിൽ ഇനി ഈ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഡയറക്റ്റോ അല്ലെങ്കിൽ അമേരിക്കയുടെ ബിനാമി കമ്പനികൾ വെച്ചിട്ട് ടിക്ടോക്കിന്റെ ഉള്ളിൽ മെജോറിറ്റി ഷെയറുകൾ അമേരിക്ക മേടിച്ചിടാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. അപ്പൊ ഏഷ്യൻ സൈഡിൽ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് തായ്ലാന്റ് നോക്കിയോ, തായ്ലാന്റ് ഇന്ന് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അഥവാ അവര് കൂടുതൽ ഇറക്കുമതി അമേരിക്കയിൽ നിന്ന് ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. കാര്യം വേറെ ഒന്നല്ല, പേടിച്ചിട്ടാണ്. ഇനിയിപ്പം നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നാലോ എന്ന് പറഞ്ഞിട്ട് ചെറിയ രാഷ്ട്രങ്ങളൊക്കെ ഇങ്ങനെ ആടി ഒളിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ ഇന്ത്യക്കാരായിട്ടുള്ള 250 ഇല്ലീഗൽ എമിഗ്രന്റിനെ ഇന്ത്യയിലോട്ട് കയറ്റി അയച്ചിട്ടുണ്ട്. അവര് അമൃത്സർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ലാൻഡ് ചെയ്യും. അമേരിക്കയുടെ C-17 എന്ന് പറഞ്ഞ ആ ഒരു മിലിറ്ററി ഫ്ലൈറ്റിലാണ് കയറ്റി അയച്ചിരിക്കുന്നത്. പല ആൾക്കാരും മീഡിയയിൽ ഹൈപ്പ് ചെയ്ത് വീഡിയോ ഇടുന്നത് കണ്ട്, അതായത് അമേരിക്ക ഇന്ത്യക്കാരെ ചവിട്ടി പുറത്താക്കി എന്നുള്ളതിലൊക്കെ ടാഗ് ലൈൻ ഒക്കെ ഇട്ടുകൊണ്ട് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റുമായിട്ട് ട്രംപ് ചർച്ച നടത്തിയിട്ടുണ്ട്. നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ US പോയപ്പോഴും ഇതിനെക്കുറിച്ച് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഇന്ത്യൻ ഗവൺമെന്റ് സമ്മതം കൊടുത്തിട്ടും എന്തിനു ഭേദം അമൃത്സറിലുള്ള DGP ഗൗരവ് യാദവിനടുത്ത് വരെ ഡയറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ DGP തന്നെയാണ് അവരെ റിസീവ് ചെയ്യാൻ പോകുന്നത് എയർപോർട്ടിലേക്ക്, അമൃത്സർ എയർപോർട്ടിലേക്ക്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിലുപരിയായിട്ട് അമേരിക്കയിൽ വീണ്ടും കത്തിപ്പടർന്നു വരുന്ന ഒരു വിഷയമുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഗ്വാണ്ടനാമോ ബേ. ഈ ഗ്വാണ്ടനാമോ ബേയെ കുറിച്ച് നമ്മൾ 3 ദിവസത്തിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോസിന്റെ ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം കേട്ടോ. ഈ ഗ്വാണ്ടനാമോ ബേ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു ഡീറ്റെയിൻ സെന്റർ ആണ്. അത് ക്യൂബയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടത്തേക്ക് പുതിയ ഒരുപറ്റം ഇല്ലീഗൽ എമിഗ്രന്റിനെ തടവിൽ പാർപ്പിക്കാൻ വേണ്ടിയിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഈ ഒരു ഗ്വാണ്ടനാമോ ബേക്ക് ഈ ഒരു ഫ്ലൈറ്റ് കൊണ്ടുപോകുന്നത്. അപ്പൊ അത് അമേരിക്കയുടെ ഉള്ളിൽ ചെറിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്കൊക്കെ വഴിയൊരുക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. പല രീതിയിലും പല ആൾക്കാരും ഇതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നത് ലീഗലാണോ, ഈ വിഷയത്തിനെ കുറിച്ച് കോടതിയിലേക്ക് പെറ്റീഷൻ നീങ്ങാനുള്ള സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും ട്രംപ് പറഞ്ഞതുപോലെ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഗ്വാണ്ടനാമോ ബേ അമേരിക്കയാണ് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അമേരിക്കയുടെ അണ്ടറിലുള്ള ഒരു ഡീറ്റെയിൻ സെന്റർ ആണെന്നുണ്ടെങ്കിൽ ഇല്ലീഗൽ എമിഗ്രന്റിനെ പിടിച്ചുകൊണ്ട് അവിടെ ഇടാനുള്ള എല്ലാ റൈറ്റ്സും അമേരിക്കയ്ക്ക് ഉണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. അപ്പൊ എന്തായാലും ഈ വിഷയങ്ങളൊക്കെ ഇനി വീണ്ടും ചർച്ചയ്ക്ക് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. എന്തായാലും ഗ്വാണ്ടനാമോ ബേ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, പോയി കണ്ടോളൂ. ഭാരതത്തിൽ പല ആൾക്കാരും ചെയ്യാത്ത വീഡിയോകളാണ് നമ്മൾ R&D റിസർച്ച് വർക്ക് ചെയ്ത് മണിക്കൂറുകളോളം സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വീഡിയോയും നറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. വീഡിയോസ് എല്ലാം കാണുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.